നമസ്കാരം. ഈ പോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. രാഷ്ട്രീയ ഗോതയിലെ പോരാട്ടങ്ങൾ കേവലം മുദ്രാവാക്യങ്ങളിലോ പ്രസംഗങ്ങളിലോ ഒതുങ്ങുന്നതല്ല എന്ന് തെളിയിച്ചൊരു വ്യക്തിത്വമാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ കൃത്യതയോടെ കാര്യങ്ങളെ വിശകലനം ചെയ്യാനും ഒരു ജനപ്രതിനിധിയുടെ കരുത്തോടെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനും ഇവർക്ക് സാധിക്കുന്നു. ഹൈദരാബാദിലെ IT ജോലി ഉപേക്ഷിച്ച് കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ സ്വന്തമായി ഒരു ഇടം കണ്ടെത്തിയ ധീരയായ വനിത. കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർ എന്ന നിലയിൽ താഴെത്തട്ടിൽ പ്രവർത്തിച്ച അനുഭവ സമ്പത്തും ഒപ്പം തന്നെ വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ പോരാടിയ ആത്മവിശ്വാസവുമാണ് ഇവരുടെ കരുത്ത്. BJP നോർത്തിലെ സ്ഥാനാർത്ഥിയായി ഇന്ന് ജനവിധി തേടുമ്പോൾ നവ്യ ഹരിദാസ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ആ ഒരു അനുഭവ സമ്പത്തും ആ ഒരു പരിചയങ്ങളുടെ കരുത്തും ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ്. നവ്യ, സ്വാഗതം ഈ പോഡ്കാസ്റ്റ്. നമസ്തേ. സ്ഥാനാർത്ഥി ആയതോടെ ഉറക്കമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? രാവിലെ എഴുന്നേറ്റിന് ആദ്യം എന്താ ചെയ്യുന്നത്? ഒരു ചായ എങ്കിലും കുടിക്കാൻ സമയം കിട്ടാറുണ്ടോ? ഒരു ചായ കുടിച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഒരു 6:45 ആകുമ്പോൾ രാവിലത്തെ ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് രാത്രി ഒരു 12 മണി വരെ ഞങ്ങളുടെ പ്രചരണം നീളുന്നു. അത് കഴിഞ്ഞ് മീറ്റിങ്ങുകൾ ഉണ്ടാവും. അപ്പൊ തിരിച്ചൊരു 12 മണിയൊക്കെ ആകുമ്പോഴാണ് വീട്ടിലേക്ക് എത്തുന്നത്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെയാണ്, ഹൈദരാബാദിലെ സുരക്ഷിതമായ IT ജോലി ഉപേക്ഷിച്ചിട്ട് കേരളത്തിലെ ഈ രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ പ്രേരിപ്പിച്ച ആ സാഹചര്യം എന്തായിരുന്നു? പ്രേരിപ്പിച്ചത് എന്നല്ല, അതൊരു കോയിൻസിഡൻസ് ആയിട്ട് വന്നു ചേർന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഹൈദരാബാദിലെ ജോലി കഴിഞ്ഞ് ഞാൻ കുറച്ചു കാലം ഹസ്ബൻഡിന്റെ കൂടെ സിംഗപ്പൂരായിരുന്നു. അദ്ദേഹത്തിന് ജോലി അവിടെ ആയതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു വെക്കേഷനിലാണ് നാട്ടിലേക്ക് വരുന്നത്. ഇവിടെ ഇലക്ഷന്റെ സമയമായിരുന്നു 2015. സ്ത്രീ സംവരണം വന്നു. ആ സ്ത്രീ സംവരണത്തിന്റെ പ്രോഡക്റ്റ് ആണ് ഞാൻ എന്നുള്ളത് പറയാം. കാരണം ആ സ്ത്രീ സംവരണം വന്നിരുന്ന സമയത്ത് ഒരു സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ചൊരു ചർച്ച വന്നപ്പോ ആണ് ബാലഗോകുലത്തിലൂടെയുള്ള ഒരു അനുഭവ സമ്പത്തൊക്കെ വെച്ചുകൊണ്ട് എന്നിലേക്ക് ആ സ്ഥാനാർത്ഥിത്വം വന്നു ചേർന്നത്. അങ്ങനെ BJPക്ക് ഒട്ടും പാരമ്പര്യം ഇല്ലാത്തൊരു സ്ഥലത്ത്, ഒരു ഗ്രിപ്പ് പോലും ഇല്ലാത്തൊരു സ്ഥലത്താണ് മത്സരിച്ചത്. വിജയസാധ്യത നന്നേ കുറവായിരുന്നു മത്സരിക്കുമ്പോൾ. പക്ഷെ ഞങ്ങളുടെ ഇലക്ഷൻ ഷെഡ്യൂൾ ഒക്കെ ആരംഭിച്ച സമയത്ത് BJP മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രചരണമാണ് അന്ന് ഉണ്ടായിരുന്നത്. കാരണം എന്നോടൊപ്പം ഇറങ്ങിയത് മുഴുവൻ യൂത്ത് ആയിരുന്നു. എന്നോടൊപ്പം ബാലഗോകുലത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഉന്മേഷത്തോടുകൂടെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ഒരു നിമിഷമായിരുന്നു അത്. അങ്ങനെയാണ് അവിടെ ഒരു വിജയം കൊയ്തത്. അതിൽ നിന്നാണ് എന്റെ ആരംഭം. എന്നുവെച്ചാൽ ഒരു യൂത്ത് മൂവ്മെന്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാമെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും അതൊരു യൂത്ത് മൂവ്മെന്റ് ആയിരുന്നു. പിന്നെ നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് എഡ്യൂക്കേഷനെ വാല്യൂ ചെയ്യുന്നവരാണ്. ആ എഡ്യൂക്കേഷനും നമ്മുടെ പാരമ്പര്യവും ഒക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് ജനങ്ങൾ ആ ഒരു ജനവിധി എനിക്ക് അനുകൂലമായിട്ട് നൽകിയിട്ടുള്ളത്. ഒരു ടെക്നോക്രാറ്റ് എന്ന രീതിയിലുള്ള ചിന്താഗതി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എങ്ങനെ സഹായിക്കുന്നുണ്ട് നമ്മൾ? രാഷ്ട്രീയത്തിലേക്ക് എടുത്തു നോക്കുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ള ലോക്കൽ ബോഡി ഇലക്ഷൻ ആയാലും ശരി, നമ്മുടെ ഈ നിയമസഭയിലായാലും ശരി, ഈ സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റേഷൻ ഒക്കെ എത്രത്തോളം ഇന്ന് പ്രാക്ടിക്കൽ ആണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. AI ടെക്നോളജി കൂടെ വന്നതോടുകൂടെ നമ്മുടെ എല്ലാ സാങ്കേതിക വിദ്യകളും വളരെ മെച്ചപ്പെട്ടുകൊണ്ട് മുൻപോട്ട് പോകുമ്പോഴും പരമ്പരാഗത രീതിയെ ആശ്രയിച്ചുകൊണ്ടാണ് ഇന്നും നമ്മുടെ ഭരണ സംവിധാനം മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴും നമുക്കറിയാം, ലോക്കൽ ബോഡിയിൽ നമുക്കൊരു കോർപ്പറേഷനിൽ കൗൺസിൽ യോഗത്തിലാണെങ്കിൽ അതിന്റെ അജണ്ട പോലും ഒരു ഡിജിറ്റലൈസ്ഡ് അജണ്ടയിലേക്ക് മൂവ് ചെയ്യേണ്ട കാലം എത്രയോ മുൻപേ കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഇപ്പോഴും പ്രിന്റ് ഔട്ട് എടുത്ത് ആ പ്രിന്റ് ഔട്ടിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ ഇപ്പോഴും കടന്നു പോകുന്നത്. അതൊക്കെ ഏറെ മുൻപോട്ട് പോകേണ്ടിയിരിക്കുന്നു. അതിലുള്ള സജഷൻസ് ഒക്കെ ഞങ്ങൾ മുൻപോട്ട് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വരുന്ന കാലഘട്ടങ്ങളിൽ അതിലൊരു മാറ്റം വരും എന്നുള്ളതാണ് പ്രതീക്ഷ. ഓക്കെ, അപ്പൊ ഒരു IT പ്രൊഫഷണൽ ആയിരുന്ന നവിക്ക് കോഴിക്കോട്ടെ യുവാക്കൾക്കായിട്ട് ഈ രീതിയിലുള്ള വിഷനാണ് പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കാനൊരു ആഗ്രഹം അല്ലേ? അല്ലെങ്കിൽ അതാണ് മുന്നോട്ട് വെക്കുന്നത്? നമ്മുടെ യൂത്തിന് പൊളിറ്റിക്സിൽ എന്ത് ഇൻഫ്ലുവൻസ് ആണ് ഉള്ളത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യൂത്ത് ഇസ് ഓൾവേസ് എവേ ഫ്രം പൊളിറ്റിക്സ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർക്ക് ഇതിലൊരു റോൾ ഇല്ലാത്തത് പോലെയാണ്. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ വോട്ട് ചെയ്യാനുള്ള താല്പര്യം പോലും നഷ്ടപ്പെട്ട ഒരു ജനതയായിട്ട് യുവാക്കൾ മാറിയിരിക്കുന്നു. കാരണം രാഷ്ട്രീയത്തിലും രാഷ്ട്രീയക്കാരിലുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു വിഭാഗം ജനങ്ങൾ എന്നുള്ള രീതിയിലേക്ക് മുദ്ര കുത്തപ്പെടുന്ന ഒരു കുത്തകയാണ് രാഷ്ട്രീയക്കാർ എന്ന് പറയുന്നത്. കാരണം അവരുടെ ആഗ്രഹങ്ങള്, അവരുടെ ഇന്റൻഷൻസ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിഗണിക്കപ്പെടും എന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ മാത്രമാണ് വീണ്ടും അവർ പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പൊ പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം അനുസരിച്ച് എന്താവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഉള്ള ഭരണ സംവിധാനം അതൊന്നും പരിഗണിക്കാതെ മുൻപുണ്ടായിരുന്ന രീതിയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ പുതിയ സജഷൻസ് ഉണ്ടാവും, പുതിയ മൂവ്മെന്റ്സ് ഉണ്ടാവും. അതൊന്നും തന്നെ വില കൊടുക്കാതെ മുൻപോട്ട് പോകുമ്പോൾ യൂത്തും അതിൽ നിന്ന് പുറകോട്ട് പോകും. അവരെ തിരിച്ചു കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും ആ അഭിപ്രായങ്ങൾക്കൊത്ത് നമുക്ക് മാറ്റങ്ങൾ വരുത്തുവാനും രാഷ്ട്രീയ രംഗത്തും സാധിക്കണം. ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ രാഷ്ട്രീയത്തിൽ നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ, കാരണം നമുക്കറിയാം ഒരു വനിതാ സ്ഥാനാർത്ഥിയെക്കുറിച്ച് എതിർ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഒരു നേതാവ് നടത്തിയ ഒരു സ്ത്രീവിരുദ്ധ പരാമർശം ഈ ഇടയ്ക്ക്
ഒരുപാട് വിമർശനങ്ങളുണ്ട്. അതിങ്ങനെ എയറിലായപ്പോൾ നമുക്കറിയാം, തീർച്ചയായിട്ടും ഒരു പക്ഷേ അദ്ദേഹം വന്ന രാഷ്ട്രീയ പാരമ്പര്യമായിരിക്കും, അല്ലെങ്കിൽ ഒരു മതത്തിന്റെ ചട്ടക്കൂടായിരിക്കും ഇത്തരം ഒരു സ്ത്രീ വിരുദ്ധ പരാമർശം നടത്താൻ, പ്രത്യേകിച്ച് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ച് പരാമർശം നടത്താൻ പ്രേരിപ്പിച്ചെന്നൊക്കെ ഒരുപാട് വിമർശനങ്ങളുണ്ട്. എന്ത് തന്നെയായാലും ഇത്തരത്തിലുള്ള സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയാൽ സ്ത്രീകൾ അത് അഫക്റ്റ് ചെയ്യപ്പെടും എന്നൊരു ചിന്താഗതി, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പോൾ ഈ പരാമർശം നടത്തി എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ ഒരു വ്യക്തിയാണ്. ആ പരാമർശം നടന്നതിന് ശേഷം ഉണ്ടായിരുന്ന പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഒതുങ്ങി നിൽക്കുന്നതാണോ എന്ന് തീർച്ചയായിട്ടും നമ്മൾ വിശകലനം ചെയ്യണം. ഇതിനു മുൻപ് ഹൈന്ദവ ആരാധനാലയങ്ങളിൽ സ്ത്രീകൾ പോകുന്നത് നഗ്നത പ്രദർശിപ്പിക്കാനാണ് എന്ന് പറഞ്ഞ ഒരു മന്ത്രി നമുക്കുണ്ട്. അത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാണ്. ഈ ആക്ഷേപം കേട്ട വ്യക്തിയുടെ രാഷ്ട്രീയ പാരമ്പര്യത്തിലുള്ള ഒരു വനിതയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ഇതിൽ അവകാശമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും സ്ത്രീകൾക്കെതിരെ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. സ്ത്രീകൾ അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചിട്ടുണ്ട്. പക്ഷെ ഈ രാഷ്ട്രീയ രംഗത്ത് എൻ്റെ പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിലെ സഹോദരങ്ങൾ എല്ലാവരും തന്നെ എന്നോടുള്ള സമീപനം എന്ന് പറയുന്നത് തീർത്തും സമൂഹം ആക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സഹോദരിയായി, ഒരു അമ്മയായി, ഒരു മകളായി കാണുന്ന ഒരു രീതിയിലാണ് ഞങ്ങളുടെ പാരമ്പര്യം. പക്ഷെ അതിലൊരു നമ്മളത് എടുത്ത് ശ്രദ്ധിക്കേണ്ട, കേരളത്തിലെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, ഈ പറയുന്ന മറ്റ് രണ്ട് രാഷ്ട്രീയ പാർട്ടികളും വളരെ വിശാലമായ കാഴ്ചപ്പാട്, വളരെ പ്രോഗ്രസീവ് തിങ്കിങ് ഉള്ള ആൾക്കാരായിട്ടാണ് സ്വയം പ്രൊജക്ട് ചെയ്യുന്നതും. പക്ഷെ BJP അങ്ങനെയല്ല. അവർ പ്രൊജക്ട് ചെയ്യുമ്പോൾ ശബരിമല വിഷയമൊക്കെ തന്നെ എന്തായിരുന്നു അതിന്റെ നിജസ്ഥിതി എന്ന് നമുക്കറിയാം. പക്ഷെ അവർ പ്രൊജക്ട് ചെയ്ത രീതിയും നമുക്കറിയാം, അല്ലെ? പക്ഷെ ഇങ്ങനെ ഒരു പക്ഷെ ഉള്ളിൽ നിന്ന് പുറത്തു ചാടുന്ന ചില വാക്കുകളോ ചില പ്രയോഗങ്ങളൊക്കെയാണ് ഇവരുടെ ഒരു തനിനിറം വിളിച്ചത് കൊണ്ടുവരുന്നതെന്ന് ജനങ്ങൾ ആലോചിക്കില്ലേ? തീർച്ചയായിട്ടും അത് ആലോചിക്കും. ഇന്ന് സമൂഹം അത് ആലോചിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സ്ത്രീകൾ മുഖ്യധാരയിലേക്ക് കടന്നു വരണമെന്ന് പറയുമ്പോഴും, സ്ത്രീ ശാക്തീകരണം നടപ്പിലാക്കണമെന്ന് പറയുമ്പോഴും, നവോത്ഥാനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ മുൻനിരയിലേക്ക് കൊണ്ടുവരുമെന്ന് പറയുമ്പോഴും, സ്ത്രീകൾ മുൻനിരയിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഇത്തരം പല ആരോപണങ്ങളും ഇന്ന് നേരിടുകയാണ്. അത് ഈ പറഞ്ഞതുപോലെ ചില പ്രത്യേക അവസരങ്ങളിലാണ് ഇതെല്ലാം പുറത്തു വരുന്നത് എന്നുള്ളത് മാത്രം. ഇത് ഇലക്ഷനോടനുബന്ധിച്ചു കൊണ്ടുള്ള ഒരു വോട്ടെടുപ്പിന്റെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആരോപണമായിട്ട് നമുക്കതിനെ കാണാൻ സാധിക്കും. അപ്പോൾ ആ തരത്തിൽ നോക്കുന്ന സമയത്ത് ലീഗായാലും ശരി, ഇതിനു മുൻപും ഒരുപാട് വിവാദ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ വിവാദ പരാമർശങ്ങൾ പുറത്തു വരുന്നത് തീർച്ചയായിട്ടും ഇത്തരം അവസരങ്ങൾ വരുമ്പോഴാണെന്ന് മാത്രം. വയനാട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് ഒന്ന് പിന്തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയ പോരാട്ടം തീർച്ചയായിട്ടും. ഞാൻ അതിനെ നോക്കുകയാണെന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്ന് വെച്ചാൽ, രാഹുൽ ഗാന്ധി ഇട്ടിട്ട് പോയൊരു മണ്ഡലം, പക്ഷെ നെഹ്റു പരിവാറിന് വളരെ സേഫ് ആയിട്ടുള്ളൊരു സ്ഥലം. അങ്ങനെയാണ് പ്രിയങ്ക അവിടെ കൊണ്ടുവന്ന് നിർത്തുന്നത്. നവിയുടെ രാഷ്ട്രീയ പാർട്ടി, നവിയെ പ്രതിനിധീകരിക്കുന്ന BJP തീർച്ചയായിട്ടും നവിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് നവി അവിടെ പ്ലേസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ വളരെയധികം ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റി. അതിൽ നിന്ന് ലഭിച്ചൊരു ആത്മവിശ്വാസം, ഒരു പക്ഷേ ഞങ്ങളിലൊരാൾ എന്നുള്ള രീതിയിലായിരിക്കുമല്ലോ ജനങ്ങളുമായി ഇടപഴകുക, പ്രത്യേകിച്ച് സ്ത്രീകളെയൊക്കെ നേരിട്ട് കണ്ടപ്പോൾ, അല്ലെ? ഇപ്പൊ പ്രിയങ്കയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി നവ്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും എന്നുള്ളത്. ആ ഒരു ഓർമ്മകൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു അനുഭവ സമ്പത്ത് എങ്ങനെയാ? ഒന്ന് വലിയൊരു എക്സ്പീരിയൻസ് ആണ് വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. പാർട്ടി എന്നെ ആ ഒരു ദൗത്യം ഏൽപ്പിച്ച സമയത്ത് എനിക്കറിയായിരുന്നു ഒരു വലിയൊരു ഉത്തരവാദിത്തമാണ് എന്നുള്ളതും, വയനാട്ടിലെ രാഷ്ട്രീയ അന്തരീക്ഷം എന്താണ് എന്നുള്ളതും, എന്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിച്ചിട്ടുള്ളത് എന്നുള്ളതും നമുക്കറിയാവുന്നതാണ്. ഒരു ഗാന്ധി ഫാമിലിയിലെ ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള, എങ്ങനെ വന്നാലും വിജയിക്കാൻ സാധിക്കുന്ന ഒരു പ്രദേശത്ത് മാത്രമേ അവർ മത്സരിക്കാൻ തയ്യാറാവുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഭാരതത്തിൽ ഉടനീളം നോക്കിയപ്പോൾ ഈ വയനാടാണ് ഏറ്റവും സുരക്ഷിതം എന്ന് കണ്ടതുകൊണ്ടാണ് ശ്രീമതി പ്രിയങ്ക വദ്ര ഇവിടെ വന്ന് മത്സരിച്ചിട്ടുള്ളത്. വലിയൊരു പോരാട്ടം തന്നെയായിരുന്നു. ആ മത്സര രംഗത്തും തീർത്തും ഈ ഇലക്ഷൻ ക്യാമ്പയിനിൽ ഉടനീളം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. രാപ്പകൽ ഒരുപോലെ വയനാട്ടിൽ തന്നെയായിരുന്നു. പക്ഷേ അവിടുത്തെ കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് പ്രിയങ്ക വദ്ര എത്ര തവണ വന്നു പോയി എന്നുള്ളത് അവിടുത്തെ ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇപ്പോ തീർത്തും അവിടുത്തെ ജനങ്ങൾ പശ്ചാത്തപിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വിജയിച്ചു പോയതിനു ശേഷം വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് അവർക്ക് MP ഒന്ന് കാണാൻ പറ്റിയിട്ടുള്ളത്. അതും അവിടെയുള്ള ആളുകൾക്ക് കാണാൻ പറ്റിയിട്ടുള്ള വലിയൊരു വേദി ഉണ്ടെങ്കിൽ ആ വേദിയിൽ ഒന്ന് വന്നു പോകുന്ന ഒരു സാഹചര്യം. നമ്മുടെ ഒരു മണ്ഡലത്തിൽ ഒരു പ്രതിനിധി എന്ന് പറയുമ്പോൾ അവിടെയുള്ള സാധാരണക്കാരുടെ വിഷമങ്ങൾ കേൾക്കാൻ തയ്യാറായിട്ടുള്ള ഒരാൾ വേണം. അവിടെയുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിട്ട് കണ്ടറിയാവുന്ന ഒരാൾ വേണം. എന്നാൽ ഇവിടെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഈ ചൂരൽമല ഉരുൾപൊട്ടൽ വന്നതിന് ശേഷം ബ്രിഡ്ജുകൾ വേണം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണം,
നല്ല റോഡുകൾ വേണം, അങ്ങനെ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ ചൂരൽമല പ്രദേശത്ത് വയനാട് മൊത്തത്തിലുണ്ട്. പക്ഷെ ഇതൊന്നും തന്നെ സാധ്യമാക്കാൻ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ അവർക്ക് സാധിച്ചിട്ടില്ല. അവിടേക്ക് സ്കൂളുകൾ തകർന്നു പോയെടുത്ത് ഒരു പുതിയ സ്കൂൾ നിർമ്മിക്കുവാൻ എന്ത് നടപടിയാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്? റോഡുകൾ നന്നാക്കുന്നതിന് എന്താണ് സ്വീകരിച്ചിട്ടുള്ളത്? ഒരു പാലം ആ നിമിഷങ്ങൾക്കുള്ളിൽ കേന്ദ്ര സർക്കാർ പണിതിട്ടുള്ള, നമ്മുടെ പട്ടാളക്കാർ പണിതിട്ടുള്ള ആ പാലം, യെസ്, അതിന് ബദലായിട്ട് മറ്റൊരു പാലം പണിയേണ്ട കാലഘട്ടം എന്നോ കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അതിനും ഇന്ന് വരെ ഒരു തറക്കല്ല് പോലും ഇടാൻ അവിടെയുള്ള ജനപ്രതിനിധിക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ ജനങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കാതെ ഒരു ലേബൽ വേണം എന്നുള്ള ഒരു ഇന്റൻഷനോട് കൂടിയിട്ടാണ് വയനാട് മത്സരിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു പെട്ടെന്നൊരു മാറ്റം എന്നുള്ളത് വയനാട് സാധ്യമാണോ എന്നുള്ളത് അറിയില്ല. പക്ഷെ ഗ്രാജ്വലി വയനാട് മാറും. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഇതുവരെ നെഹ്റു പരിവാറിന് ഒരിക്കലും സാധിച്ചിട്ടില്ല. അതിനാണല്ലോ തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾ മറ്റു ഭാഗങ്ങളിൽ അത് കാണിക്കുന്നത്. ഈ ഒരു IT പ്രൊഫഷണൽ ആയിരിക്കുമ്പോൾ നമുക്കറിയാം ഒരു പ്രൊജക്ടിന് ഡെഡ് ലൈൻ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ രാഷ്ട്രീയത്തിലെ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞാൽ ജനങ്ങളുടെ അടുത്ത 5 വർഷത്തേക്കുള്ള ഒരു പ്രതീക്ഷയാണ്. ആ ഒരു മാറ്റം ഉണ്ടല്ലോ, നവ്യ എങ്ങനെ എൻജോയ് ചെയ്യും? ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു 3 ടയർ സിസ്റ്റത്തിലൂടെ പോകണം. ലോക്കൽ ബോഡി, അത് കഴിഞ്ഞ് സ്റ്റേറ്റ്, അത് കഴിഞ്ഞ് വേണം സെൻട്രലിലേക്ക് എത്താൻ. ഒരു ഡയറക്റ്റ് ഇംപ്ലിമെന്റേഷൻ ഫ്രം എനി സൈഡ് ഇസ് നോട്ട് പോസിബിൾ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളൊരു പ്രോജക്റ്റ് പുട്ട് ഫോർവേഡ് വെക്കുന്നു. അതിന്റെ പുറകെ നടന്ന് ഫയലുകളെല്ലാം നീക്കി ഒരു ക്ലറിക്കൽ സംവിധാനമാണെങ്കിൽ തന്നെ ഒരു ഫയൽ ഒരു ടേബിളിൽ നിന്ന് മറ്റൊരു ടേബിളിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു സമയത്തെ കുറിച്ച് നമ്മൾ പലപ്പോഴും TV-യിലൊക്കെ കോമഡി ആയിട്ട് കണ്ടിട്ടുണ്ട്. അതൊന്നും കോമഡി അല്ല, അതൊക്കെ ഇന്നും ഇത് പ്രാബല്യത്തിലുള്ള വിഷയങ്ങൾ തന്നെയാണ്. അത്രത്തോളം സ്ലോ മൂവ്മെന്റ് ആണ് ഓരോ ഫയൽസിനും ഉള്ളത്. ഈ പ്രോജക്റ്റ് കംപ്ലീഷൻ എന്ന് പറയുന്നതും നമ്മൾ എത്ര കണ്ട് അതിന്റെ പുറകെ നടക്കുന്നോ അത്രത്തോളം ഫാസ്റ്റ് ആയിരിക്കും. അത് കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്ത് മുൻപോട്ട് പോകുന്നത് സാധ്യമല്ല. ഈ സോഷ്യൽ മീഡിയയിൽ ഉള്ള മൈലേജ് പക്ഷേ ഏറ്റവും നല്ല വണ്ടിക്ക് കിട്ടുന്ന മൈലേജിനെക്കാളൊക്കെ എത്രയോ ഇരട്ടിയാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങൾക്കും. അങ്ങനെയാണ് ഒരു പബ്ലിക് പേഴ്സണാലിറ്റി എന്നുള്ള രീതിയിൽ ഒരുപാട് ട്രോളുകളും വിമർശനങ്ങളും ഒക്കെ ഓഫ്കോഴ്സ് കാണാറുണ്ടായിരിക്കുമല്ലോ. അതിനെ എങ്ങനെയാണ് എന്താ പറയുന്നത്, ഉള്ളിലേക്ക് എടുക്കാറുണ്ടോ? അല്ലെങ്കിൽ അതിനോട് എങ്ങനെയാണ് അപ്രോച്ച്? എങ്ങനെയാണ്? ഞാൻ മനസ്സിലാക്കുന്ന ഒരുപാട് ട്രോളൊന്നും എനിക്ക് വന്നിട്ടില്ല എന്നാണ്. പക്ഷെ എന്നിരുന്നാലും വന്നിട്ടുണ്ട്. ആ ട്രോളുകൾ ഞാൻ ആസ്വദിക്കാറുണ്ട്. ശരിക്കും ട്രോളുകൾ വരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ആ ട്രോള് വരുമ്പോഴാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്, നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്ന മറ്റൊരു വിഭാഗമുണ്ട്. ആ ക്രിട്ടിസൈസ് ചെയ്യുന്ന വിഭാഗത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നമ്മൾ കേൾക്കാൻ തയ്യാറാകുമ്പോഴാണ് മാറ്റങ്ങൾ നമ്മളും കൊണ്ടുവരേണ്ടത്. മനുഷ്യരാണ്, തെറ്റ എല്ലാവർക്കും പറ്റും, വീഴ്ചകൾ എല്ലാവർക്കും ഉണ്ടാവും. ആ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറാനുള്ള ഒരു മെന്റാലിറ്റി, ഒരു മൈൻഡ് സെറ്റ് ആണ് നമുക്ക് വേണ്ടത്. അത് ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് ആ ട്രോളുകളെ എടുത്തിട്ടുള്ളത്. ഈ അറ്റാക്ക് ചെയ്യുന്നവർക്കുള്ള ഏറ്റവും തിരിച്ച് മറുപടി കൊടുക്കുന്നതല്ല, ചിരിക്കുന്ന മുഖമാണെന്ന് നവ്യയുടെ ഈ ഒരു മുഖം തന്നെ തെളിയിക്കുന്നുണ്ട്. ഈ ഒരു കൂൾ ആറ്റിറ്റ്യൂഡ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും? ചിരിക്കുന്ന മുഖം ഒരു ആർട്ടിഫിഷ്യൽ അല്ല. ഞാൻ നോർമലി ഇങ്ങനെ തന്നെയാണ്. ഇപ്പൊ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ നേരിടുന്നത് കൊണ്ടാണ് പലപ്പോഴും മറ്റു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾ എല്ലാവരും തന്നെ സുഹൃത്തുക്കളാണ് എൻ്റെ. രാഷ്ട്രീയ വിദ്വേഷങ്ങൾ എനിക്കില്ല, അതുപോലെ ശത്രുക്കളും എനിക്കില്ല. ഇന്റേണലി ഒരു പക്ഷെ പൊളിറ്റിക്സ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ശത്രുത ആളുകൾക്ക് ഉണ്ടായേക്കാം. പക്ഷെ എന്നിരുന്നാലും പേഴ്സണാലിറ്റി വെച്ച് നോക്കുന്ന സമയത്ത് ഒരു വ്യക്തികളോടും എനിക്കൊരു ശത്രുതയില്ല. ഇപ്പൊ കോർപ്പറേഷനിലാണെങ്കിലും ശരി, എല്ലാ പാർട്ടിയുടെയും കൗൺസിലേഴ്സ് ആയിട്ട് നല്ല യോജിപ്പിൽ തന്നെയാണ്, അവരൊക്കെ ആയിട്ട് നല്ലൊരു ഡീലിങ്സിൽ തന്നെയാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ചിരിയാണെങ്കിൽ അതിനെ മായ്ക്കാൻ എളുപ്പമാണ്. പക്ഷെ ഇൻബിൽറ്റ് ആണെങ്കിൽ ഒരിക്കലും അതിനെ മാറ്റം വരുത്താൻ സാധിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിയാണ്. ഈ കോഴിക്കോട് നോർത്തിലെ സ്ത്രീകളുടെ സുരക്ഷ അല്ലെങ്കിൽ അവരുടെ തൊഴിൽ, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്ന പുതിയ പദ്ധതികൾ അല്ലെങ്കിൽ ഒരു വിഷൻ എങ്ങനെയാ അതിനെ കുറിച്ച്? ഇപ്പൊ കഴിഞ്ഞ ബജറ്റില്, നമ്മുടെ കേന്ദ്ര ബജറ്റിൽ വന്നിരുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. ഷീമാർട്ട്, ഇത് സ്ത്രീകൾക്ക് തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള ഒരു പദ്ധതി. അതുപോലെ ഷീ ഹോസ്റ്റൽസ് എല്ലാ ജില്ലകളിലും. ഇതൊക്കെ തീർത്തും നമ്മുടെ ഭാഗങ്ങളിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതാണ്. കാരണം ഇന്ന് വനിതകൾ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് തൊഴിലില്ലായ്മ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി അവർ സ്വയം പര്യാപ്തരാവാൻ വേണ്ടിയിട്ടാണ് ഷീ മാർട്ടുകൾ പറയുന്നത്. ഷീ ഹോസ്റ്റൽസ് എന്ന് പറയുമ്പോൾ തൊഴിലിടങ്ങൾ നമ്മുടെ വീടിനോട് ചേർന്നുകൊണ്ടല്ലെങ്കിൽ പോകുന്ന സ്ഥലത്ത് സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങൾ തീർത്തും സ്ത്രീകൾക്ക് വേണം. അതുകൊണ്ട് ഷീ ഹോസ്റ്റൽസും പണിയുന്നു. ഇത് രണ്ടും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്ത്രീക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എഡ്യൂക്കേഷൻ ഓഫ് കോഴ്സ് ഇസ്
വെരി ഇമ്പോർട്ടന്റ്. ആ എഡ്യൂക്കേഷൻ നൽകണമെന്നുണ്ടെങ്കിലും നിരവധിയായിട്ടുള്ള കേന്ദ്ര പദ്ധതികൾ ഇന്ന് നമുക്കുണ്ട്. ഇവിടെ സ്ത്രീകൾ നേരിടുന്ന നമ്മുടെ നഗരത്തിൽ കോഴിക്കോട് നോർത്ത് മണ്ഡലം മാത്രം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇവിടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് പൊതു ടോയ്ലറ്റുകൾ ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ നഗരത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ട് പോകാൻ അവർക്ക് ഒരു സേഫ് ആയിട്ടുള്ള തരത്തിലുള്ള ശുചിമുറികൾ ഇന്ന് നമ്മുടെ നഗരത്തിന്റെ മധ്യത്തിൽ ഇല്ല. ആ ശുചിമുറികൾ പണിയാന്നുള്ളത് ഏറ്റവും പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് തീർത്തും. ഇത് നമുക്കറിയാം, പ്രധാനമന്ത്രി ഈ ഒരു ആവശ്യം മുൻപോട്ട് വെച്ചിരുന്ന സമയത്ത് ടോയ്ലറ്റ് ഉണ്ടാക്കുന്ന പ്രധാനമന്ത്രി എന്നുള്ള തരത്തില് ഒരു അധിക്ഷേപപരമായിട്ടാണ് അതിനെ മറ്റു പാർട്ടികൾ എടുത്തിട്ടുള്ളത്. പക്ഷെ അതേസമയം അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനും കേരളം അത്ര പുറകോട്ടല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ഫണ്ടൊക്കെ സ്വച്ഛ ഭാരതിന്റെ ഫണ്ടെല്ലാം നമ്മുടെ കേരളത്തിലും ഒരുപാട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സ്ത്രീകൾക്ക് നൽകിക്കൊണ്ട് വേണം മുൻപോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയിലൂടെയൊക്കെ മുൻപ് പെൺകുട്ടികളായിരുന്നെങ്കിൽ അവരെ വിദ്യാഭ്യാസം നൽകാതിരുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഈക്വൽ ഇമ്പോർട്ടൻസ് സ്ത്രീകൾക്ക് നൽകി വരുന്നുണ്ട് നമ്മുടെ സമൂഹം. റേഷ്യോ എടുത്ത് നോക്കുന്ന സമയത്തും ആ വുമൺ റേഷ്യോ ഇന്ന് മെന്നിന്റെ അടുത്ത് തന്നെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. യെസ്, ഒരു IT പ്രൊഫഷണലായ നവ്യ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും സഹായിക്കപ്പെടേണ്ടവർ എന്നൊരു ഇമേജ് ആണ് വരുന്നത്. പക്ഷേ നവ്യെ പോലുള്ളവർ മുന്നോട്ട് വരുമ്പോൾ അത് സ്ത്രീ ശാക്തീകരണം എന്നുള്ളതല്ല, ഒരു പക്ഷേ സ്ത്രീകളുടെ ഒരു ലീഡർഷിപ്പ് അല്ലെ, ഒരു വിമൻ ലീഡർഷിപ്പ് എന്നൊരു പുതിയ മാറ്റത്തിന്റെ തുടക്കമായിട്ടാണ് പലരും നോക്കിക്കാണുന്നത്. അതെ, ഇപ്പൊ ഞാൻ പലയിടത്തും പോകുന്ന സമയത്ത് ചെറിയ കുട്ടികൾ പറയാറുണ്ട്, രാഷ്ട്രീയത്തിൽ ഇറങ്ങണം, നവ്യശേഷിയെ പോലെ ആവണം ഒരു റിമാർക്ക് കേൾക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാണ്. അവർക്ക് ഒരു റോൾ മോഡൽ. അതെ അതെ അതെ, അങ്ങനെ രാഷ്ട്രീയത്തിൽ ഇറങ്ങണം എന്നുള്ള ഒരു ആഗ്രഹം വരുന്നത്. കാരണം രാഷ്ട്രീയം അത്ര മോശമല്ല എന്നുള്ള ഒരു ഇമ്പാക്ട് നമുക്ക് സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. എപ്പോഴും രാഷ്ട്രീയക്കാര് എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസം കുറഞ്ഞിട്ടുള്ള ആളുകളായിട്ട് കാണുന്ന ഒരു പ്രക്രിയ ഇവിടെയുണ്ട്. അപ്പം പൊളിറ്റിക്സ് വിത്തിൻ എന്ത് ഇതിലാണെങ്കിലും പൊളിറ്റിക്സ് ഉണ്ട് എന്ന് പറയും. അപ്പൊ യഥാർത്ഥ പൊളിറ്റിക്സ് എന്ന് പറയുന്നതിനെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ അതല്ല പൊളിറ്റിക്സ് എന്നുള്ളതും, പൊളിറ്റിക്സും നമുക്ക് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്നുള്ള ഒരു വെളിച്ചം സമൂഹത്തിലേക്ക് ഓതുക എന്നുള്ളത് തന്നെയാണ് എന്റെ ലക്ഷ്യം. നമുക്ക് ഈ ഗൗരവം പിടിച്ച രാഷ്ട്രീയ ചർച്ചയിൽ നവ്യ എന്ന വ്യക്തിയെക്കുറിച്ച് കുറച്ച് സംസാരിക്കാമെന്ന് തോന്നുന്നു. തിരക്ക് പിടിച്ച പൊതുപ്രവർത്തനം, ഇപ്പൊ ഇലക്ഷന്റെ തിരക്ക്, ഓഫ് കോഴ്സ്, കുടുംബം, ഇതെങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് എങ്ങനെ ബാലൻസ് ചെയ്യും? ഹസ്ബൻഡ് നാട്ടിലില്ല, 2 മക്കളാണുള്ളത്. മോൻ 10th-ലാണ്, മോള് 4th-ലാണ്. മക്കള് വളരെ ഇൻഡിപെൻഡന്റ് ആണ്. ഞാൻ ഇല്ലെങ്കിലും അവര് വീട്ടിലെ കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്നവരാണ്. എന്റെ മകളെ നോക്കുന്ന ഒരു അച്ഛനെ പോലെയാണ്. മോൻ 10th-ലാണ്, ഒരു 6 വയസ്സിന്റെ ഒരു ഏജ് ഡിഫറൻസ് അവര് തമ്മിലുണ്ട്. പക്ഷെ വളരെ ഉത്തരവാദിത്വത്തോടു കൂടെ, നമ്മളെപ്പോഴും പറയും ചെറിയ കുട്ടികൾ എപ്പോഴും TV അല്ലെങ്കിൽ ഫോണ് അതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് മറ്റൊരു കാര്യങ്ങളും ശ്രദ്ധിക്കാറില്ല എന്ന് പറയുമ്പോഴും അവരിയ്ക്കുന്ന സാഹചര്യം എങ്ങനെയാണോ അതിനനുസരിച്ച് അവർ മോൾഡ് ആവും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് എന്റെ സഹപ്രവർത്തകർ തന്നെ പറയാറുണ്ട്, എന്തിനാണ് കുട്ടികളെ കൊണ്ട് ഓരോന്നും ചെയ്യിക്കുന്നത് എന്നുള്ളത്. പക്ഷെ ഞാൻ ചെയ്യുന്നത് പോലെയൊക്കെ തന്നെ കുട്ടികളും വീട്ടിൽ ചെയ്യും. ഞാൻ ലേറ്റ് ആയിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ എന്നെ സഹായിക്കാൻ എന്റെ 2 മക്കളും ഉണ്ടാവും. അതുപോലെ തന്നെ ബാക്കി എല്ലാ സപ്പോർട്ടും ചെയ്തുകൊണ്ട് എന്റെ ഹസ്ബൻഡും ഒപ്പം തന്നെയുണ്ട്. പക്ഷെ വെളിച്ചത്തില് ഈ ഒരു ലൈം ലൈറ്റിലൊന്നും ഒരിക്കലും ഹസ്ബൻഡിനെ കാണാൻ സാധിക്കില്ല. കാരണം അങ്ങനെ പൊളിറ്റിക്സിനോട് ഒട്ടും താല്പര്യം ഇല്ലാത്തൊരു വ്യക്തിയാണ്. പൊളിറ്റിക്സും പൊളിറ്റീഷ്യൻസിനെയും ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് വന്നു ചേർന്നിട്ടുള്ളത്. എന്തു തന്നെയാലും ഞാൻ പോകുന്ന വഴിയിലൊന്നും ഒരു തടസ്സം സൃഷ്ടിക്കാതെ എന്നോടൊപ്പം തന്നെ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും പിന്തുണ നൽകുന്ന ഒരു ഹസ്ബൻഡ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ഞാൻ എപ്പോഴും പറയും, സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നതും സ്ത്രീകൾ പുരുഷന്മാരെക്കാളും മുകളിലാണ് എന്ന് പറയുമ്പോഴും സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരുന്നത് പുരുഷന്മാരാണ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്റെ അച്ഛനായാലും എന്റെ ഭർത്താവായാലും ആ തരത്തില് നമ്മൾ ഉയർന്നു വരണം, സമൂഹത്തിൽ നല്ല പൊസിഷനിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ്. അതുപോലെ ഹസ്ബൻഡിന്റെ അമ്മയുടെ സപ്പോർട്ടും എന്റെ പാരന്റ്സിന്റെ സപ്പോർട്ടും എല്ലാം ഉള്ളത് കൊണ്ടാണ്, ആ ഒരു ഫാമിലി സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് മുൻപോട്ട് ഇത്ര ഈസി ആയിട്ട് പോകാൻ സാധിക്കുന്നത്. യഥാർത്ഥ ഫെമിനിസ്റ്റുകൾ ഈ പറഞ്ഞ പോലുള്ള പുരുഷന്മാരാണ്. മോദിജി ഒരു യഥാർത്ഥ ഫെമിനിസ്റ്റ് ആണെന്ന് ഞാൻ എപ്പോഴും വ്യക്തിപരമായിട്ട് എന്റെ ഒരു അഭിപ്രായം അങ്ങനെയാണ്. ഈ TV-ലും ഇപ്പൊ തന്നെ ഈ പോസ്റ്ററിലൊക്കെ അമ്മയെ കാണുമ്പോൾ കുട്ടികൾ എന്താ പറയുന്നത്, വോട്ട് പിടിക്കാനൊക്കെ കൂടെ വരുന്നുണ്ടോ ഒരു പഠിത്തത്തിന്റെ പരീക്ഷയുടെ ഒരു തിരക്കൊക്കെ കഴിയുമ്പോൾ? മോൻ വരില്ല, മോള് വരും.
ഞാൻ എപ്പോഴും പറയും അച്ഛന്റെ മോനും അമ്മയുടെ മോളുമാണ് എന്നുള്ളത്. മോള് പറഞ്ഞിട്ടുണ്ട് എക്സാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ എന്നെയും കൂട്ടണം. അപ്പൊ ഞാൻ പറഞ്ഞൊരു സർക്കുലർ ഉണ്ട്, കുട്ടികളെ ഇലക്ഷൻ വർക്കിന് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ്. അത് വേറെ കുട്ടികളല്ലേ, അമ്മയുടെ മോൾക്ക് വരാലോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇടയ്ക്ക് കൊടി പിടിച്ച് നടക്കാനൊക്കെ മോൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ മോൻ നേരെ ഓപ്പോസിറ്റ് ആണ്. മോളെയും കൂടെ തടയാണ് ചെയ്യുക, അമ്മയുടെ കൂടെ പോകരുതെന്നാണ് മോൻ പറയുന്നത്. കാരണം ഒരു ജനറ്റിക്കൽ എപ്പോഴും ഉണ്ടാവുമല്ലോ. ഇപ്പോ നേരത്തെ നമ്മൾ ഈ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞു. ഈ പുരുഷന്മാരായ രാഷ്ട്രീയ പ്രവർത്തകരെക്കാൾ പൊതുപ്രവർത്തകരെക്കാൾ സ്ത്രീകൾ അതിൽ ഒരു പിടി മുന്നിലാണ് എന്ന് തോന്നാറുണ്ട്. കാരണം ഈ തിരക്ക് പിടിച്ച് വോട്ട് പിടിക്കാനുള്ള ഓട്ടത്തിനിടയിലും വീട്ടിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് ഓർക്കാൻ ഒരു സ്പെഷ്യൽ സ്കില്ല് സ്ത്രീകൾക്കുണ്ടല്ലേ. നവ്യയുടെ കാര്യത്തിൽ അതങ്ങനെ ഒരു രഹസ്യം അതാണോ വർക്ക് ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഉണ്ട്. വീട്ടിലെ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് ഒരു വൈബാണ്. ഈ ഒരു വൈബ് അവസാനിക്കുന്ന സമയത്ത് വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ നമുക്ക് ഒരു പക്ഷെ കുടുംബം കൂടെ ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം വരും. കുടുംബത്തെ കൂടെ നിർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയത്തിനെ പ്രാധാന്യമുള്ളൂ. ഒരു പക്ഷെ രാഷ്ട്രീയത്തെക്കാൾ ഉപരി കുടുംബത്തെ ചേർത്ത് നിർത്താനാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ആ രീതിയിൽ തന്നെയാണ് ഞാൻ മുൻപോട്ട് പോകുന്നത്. ആ കുടുംബ ഭദ്രത ഉറപ്പുവരുത്തിയതിനു ശേഷമുള്ള രാഷ്ട്രീയ പ്രവർത്തനം മാത്രമേ എനിക്കുള്ളൂ. നമുക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിലേക്ക് വന്ന കോഴിക്കോട് നോർത്തിൽ ഇത്തവണ ശക്തമായ പോരാട്ടമാണ്. തോട്ടത്തിൽ രവീന്ദ്രൻ നിലവിലെ MLA ആണ്, മുൻ മേയറായിരുന്നു അഡ്വക്കേറ്റ് കെ ജയന്ത്. തോട്ടത്തിൽ രവീന്ദ്രന്റെ കാര്യം പറയുമ്പോൾ നഗരവികസനത്തിൽ ഒരു പരിചയ സമ്പത്തുണ്ട്. പക്ഷേ ആ ഒരു പരിചയ സമ്പത്തിനെ മറികടന്നിട്ടുള്ള ഒരു വിഷൻ, ഒരു യുവ നേതാവ് എന്നുള്ള രീതിയിൽ, കരുത്തുള്ള ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എന്തൊക്കെയാണ് ഈ നഗരവികസനത്തിൽ നവിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള കാര്യങ്ങൾ? അദ്ദേഹം ഡെപ്യൂട്ടി മേയറായിട്ട് ഇരുന്നിട്ടുണ്ട്, മേയറായിട്ട് ഇരുന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 5 വർഷം MLA ആയിട്ട് ഇരുന്നിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ 5 വർഷക്കാലം ഉള്ള അദ്ദേഹത്തിന്റെ ഒരു വർക്ക് നോക്കുന്ന സമയത്ത് ഒരു അസസ്മെന്റ് നടത്തുമ്പോൾ ഈ 5 വർഷക്കാലം കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ ഒന്നും നടക്കാതെ പോയിട്ടുള്ള 5 വർഷക്കാലമാണ്. ഒരു വെള്ളിമാടുകുന്ന് മാനാഞ്ചിറ റോഡ് എന്നുള്ളൊരു സ്വപ്നം നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് എത്രയോ പതിറ്റാണ്ടുകളായി. പക്ഷെ ഇന്നും അത് പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടില്ല. അതിന്റെ പകുതി, ഒരു ഫുൾ വർക്ക് പകുതി 2 പീസാക്കി മാറ്റിക്കൊണ്ട് ഒരു ഹാഫ് പോർഷൻ എക്സിക്യൂട്ട് ചെയ്ത് ഹാഫ് പോർഷൻ അവിടെ നിർത്തുന്ന ഒരു പരിപാടിയായിട്ടാണ് ഇപ്പൊ പോയിട്ടുള്ളത്. അതൊന്നും ജനങ്ങൾ അംഗീകരിക്കുന്നതല്ല. ഒരു പ്രോജക്റ്റ് മുൻപോട്ട് വെക്കുന്ന സമയത്ത് അത് പൂർണ്ണതയിൽ എത്തിക്കാൻ MLAക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് വീഴ്ച തന്നെയാണ്. അതുപോലെ എടുത്തു കാണിക്കാനുള്ള ഒരു വർക്കും അദ്ദേഹത്തിന് കഴിഞ്ഞ 5 വർഷക്കാലങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുതയും. ഒപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു സിറ്റിംഗ് MLA ആണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ബൂത്തിൽ BJP ആണ് ലീഡ്. അദ്ദേഹത്തിന്റെ വാർഡിലെ കൗൺസിലറും BJP ആണ്. അപ്പൊ പ്രാദേശികമായിട്ടുള്ള സപ്പോർട്ട് അവിടെയും BJPക്ക് തന്നെയാണ്. അതുകൊണ്ട് കോഴിക്കോട് നോർത്ത് മണ്ഡലവും ഇത്തവണ നമുക്കറിയാം, നോർത്ത് മണ്ഡലത്തില് 7 കൗൺസിലർമാരാണ് BJPക്ക് ഉള്ളത്. നിരവധി സ്ഥലങ്ങളിൽ 2ാം സ്ഥാനത്താണ്. നേരിയ വോട്ടിന്റെ വ്യത്യാസത്തിൽ 1ാം സ്ഥാനം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് BJP പതിയെ ഉയർന്നു വരികയാണ്. ആ ഉയർച്ച, ആ വളർച്ച തീർച്ചയായിട്ടും ഇത്തവണ വിജയത്തിലേക്ക് എത്തിക്കും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട് ഇത്തവണ. ഇപ്പോൾ തോട്ടത്തിൽ രവീന്ദ്രന്റെ കഴിഞ്ഞ ഭരണകാലത്തായാലും കോഴിക്കോട് നഗരം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ മാലിന്യ സംസ്കരണം, വെള്ളപ്പൊക്കം, ഇതൊക്കെ പരിഹരിക്കുന്നതിൽ നിലവിലെ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു എന്നൊരു ആക്ഷേപം നവിക്കുണ്ട്. പൂർണ്ണ പരാജയമാണ് നിലവിലെ സംവിധാനം. കെനോലി കനാല് നവീകരിച്ചുകൊണ്ട് ജലഗതാഗതം ഉറപ്പുവരുത്തി അത് വീതി കൂട്ടി കല്ലായിപ്പുഴയുടെ മൗത്ത് കൂടെ നവീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നഗരത്തിലെ വെള്ളക്കെട്ടിന് പൂർണ്ണമായിട്ടുള്ള പര്യവസാനം വരും. പക്ഷേ അത് ഇന്ന് വരെ ഒരു സ്റ്റെപ്പ് പോലും ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കോടികളുടെ പ്രോജക്റ്റാണ് മാവൂർ റോഡ് ഭാഗത്ത്, പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തൊക്കെ നടത്തിയിട്ടുള്ളത്. അതും കൊണ്ടുവന്നിരുന്നത് സ്റ്റോം വാട്ടർ ഡ്രെയിനേജ് ആയിരുന്നു. ഈ മഴവെള്ളം ഒഴിഞ്ഞു പോകേണ്ട ഒരു സംവിധാനമായിരുന്നു. ആ പ്രോജക്റ്റ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തിനാണോ അത് നടത്തിയിരുന്നത് അത് മാത്രം നടക്കുന്നില്ല. ഇപ്പോഴും ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രദേശങ്ങൾ മുഴുവനും വെള്ളക്കെട്ടിലാണ്. അത് അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മിതിയാണ്. അത് ഏറ്റെടുത്തപ്പോഴും പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ വന്നിട്ടുള്ള വീഴ്ചയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ നഗരത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ പരിഹരിക്കാൻ ഇവിടെയുള്ള ജനപ്രതിനിധികൾക്ക് സാധിച്ചിട്ടില്ല. ഒരു വലിയൊരു വീക്ഷണം അതിന് വേണം. ഒരു ചെറിയൊരു പ്രോജക്റ്റ് കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് ഒരു മേമ്പൊടി ഇട്ട് പോകലല്ല, അത് വാട്ടർ ലെവൽസ് ഒക്കെ നോക്കിക്കൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ സാധിക്കും. അതൊക്കെ ഇവിടെ വന്നിട്ടുള്ള വീഴ്ച തന്നെയാണ്. മറ്റേ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ ജയന്ത് രാഷ്ട്രീയത്തിൽ വലിയ പാരമ്പര്യമുണ്ട്. പക്ഷെ അവർ പരമ്പരാഗത രാഷ്ട്രീയ പ്രവർത്തനത്തെക്കാൾ ഒരു IT പ്രൊഫഷണൽ, അതിനുശേഷം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി സ്വന്തമായി ഇടം കണ്ടെത്തി യുവ നേതാവ് എന്ന നിലയിൽ ജനങ്ങൾക്ക് മുന്നിലേക്ക് ആ ഒരു പരമ്പരാഗത രാഷ്ട്രീയ ശൈലിയേക്കാൾ മാറ്റിക്കൊണ്ടുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് അപ്പോൾ വോട്ടർമാരുടെ മുന്നിലേക്കായാലും നവിക്ക് വെക്കാനുള്ളത്? ഇവിടെ നമുക്കറിയാം,
കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ, ആ പദ്ധതികൾ ഇപ്പോ AI സാങ്കേതിക വിദ്യയോട് കൂടിയിട്ടുള്ള പദ്ധതികളാണ് കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ സാങ്കേതിക വിദ്യകളെ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തി വേണം നമ്മുടെ ഏതൊരു കാര്യങ്ങളും വീക്ഷിക്കാനും അത് നടപ്പിലാക്കാനും. നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നാടിനും നഗരത്തിലുമുണ്ട്. ഇവിടെ പാർക്കിംഗ്, ഒരു ആധുനിക പാർക്കിംഗ് സംവിധാനം വേണമെന്നുള്ള ഒരു ആവശ്യം നഗരം മുൻപോട്ട് വെക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇന്ന് നമ്മൾ റോഡിൽ ഇറങ്ങിയിട്ടുണ്ട്. പാർക്കിംഗ് സംവിധാനം എന്ന് പറയുന്നത് ഒരു 3 വരി റോഡ് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു വരി കംപ്ലീറ്റ് വെള്ള വര വരച്ചുകൊണ്ട് ഉള്ള പാർക്കിംഗ് സംവിധാനമാണ്. കാശ് വാങ്ങിക്കും, അതിന് കാശും വാങ്ങിക്കുന്നു. മറ്റ് ഭാഗങ്ങളിലൊക്കെ നടപ്പിലാക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ തന്നെ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ഒരു 2 മാസം മുൻപ് ഗുജറാത്തിൽ പോയിരുന്നു. അവിടെയും ഇതുപോലെയുള്ള മൾട്ടി പാർക്കിംഗ് ഫെസിലിറ്റി ഒക്കെ കാണുകയുണ്ടായി. ഒക്കെ ടെക്നോളജി ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. ഒരുപാട് പ്രദേശങ്ങൾ ഉണ്ടായിട്ടല്ല, പക്ഷെ ഒരുപാട് കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന, നിരവധി ബൈക്കുകൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന പാർക്കിംഗ് ഫെസിലിറ്റീസ് അവിടെയുണ്ട്. അതൊന്നും തന്നെ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നില്ല. ഇതുപോലെയാണ് വേസ്റ്റ് മാനേജ്മെന്റും. വേസ്റ്റ് മാനേജ്മെന്റിന് നൂതനമായിട്ടുള്ള ആശയങ്ങൾ വെച്ചുകൊണ്ട് ആ വേസ്റ്റ് ടു എനർജി പ്ലാന്റുകളാണ് പല ഭാഗങ്ങളിലും നിർമ്മിക്കുന്നത്. പക്ഷെ ഇവിടെ വേസ്റ്റ് ടു എനർജി പോയിട്ട് ആ വേസ്റ്റ് ഒന്ന് കളക്ട് ചെയ്യുന്ന സംവിധാനം പോലും ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യം അത് ഞെളിയമ്പറമ്പിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗതാഗത സൗകര്യത്തിന് പോലും നമ്മൾ വീഴ്ചകൾ നേരിടുമ്പോൾ എങ്ങനെയാണ് നഗരം ഈ തരത്തിൽ മുൻപോട്ട് പോകുന്നത് എന്ന് തീർത്തും നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്. ഇപ്പൊ വ്യക്തിപരമായ ഇഷ്ടത്തിലേക്ക് ഒന്നുകൂടി പോകാൻ തോന്നുന്നു. ഈ ഒരു തിരക്ക് പിടിച്ച യാത്രക്കിടയില് വണ്ടിയിലൊക്കെ പോകുമ്പോൾ പാട്ട് കേൾക്കാറുണ്ടോ? അതോ കൂടെ ഉള്ളവർ പാട്ട് കേൾക്കാൻ സമ്മതിക്കാതെ രാഷ്ട്രീയം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും? ഞങ്ങൾ രാഷ്ട്രീയം പറയാറില്ല, അങ്ങനെ പാട്ടും കേൾക്കാറില്ല. എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്. കൂടെ വരുന്ന ആളുകളും ഞാൻ സംസാരിപ്പിക്കാറാണ്. അപ്പോ ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും അങ്ങോട്ട് ചോദിച്ച് സംസാരിപ്പിക്കും. എപ്പോഴും എന്റെ കൂടെ കാറിൽ 1-2 ആളുകൾ ഒപ്പം ഉണ്ടാവും. അത് വനിതകൾ തന്നെ വേണം എന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. താനും നമ്മുടെ കൂടെ ഫ്രണ്ട്ലി ആയിട്ട് പോകുന്ന ഒരു ടീമിന് പുറത്തിറങ്ങി രാഷ്ട്രീയം പ്രസംഗിക്കേണ്ട ഇടങ്ങളിൽ തീർച്ചയായിട്ടും രാഷ്ട്രീയം പറഞ്ഞേ നമുക്ക് മതിയാകും. അങ്ങനെയുള്ള വേദികളിൽ രാഷ്ട്രീയം പറയാറുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ കാറിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ വ്യക്തിയായിട്ട് മാറും. വീട്ടിലാണെങ്കിലും രാഷ്ട്രീയം ഞങ്ങൾ പറയാറില്ല. അപ്പൊ അത്യാവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ രാഷ്ട്രീയം ഇറക്കാറുള്ളൂ. ബാക്കിയൊക്കെ പേഴ്സണൽ ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ മുൻപോട്ട് പോകും. ഒരു റാപ്പിഡ് ഫയർ റൗണ്ട് കൂടിയുണ്ട്. ബിരിയാണി, സദ്യ? സദ്യ. കോഴിക്കോട് കടപ്പുറം, മിഠായി തെരുവ്? കടപ്പുറം. സിനിമ, പുസ്തകം, വായന? സിനിമ. ഓക്കെ. OTT ആണോ തിയേറ്റർ ആണോ? തിയേറ്റർ. ഇതിനിടയ്ക്ക് ചോദിക്കാൻ പാടുണ്ടോ എന്നറിയില്ല, ദുരന്തർ 2 കണ്ടിരുന്നോ? കണ്ടിട്ടില്ല. മകനും ഫാമിലിയും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിന് സമയം കിട്ടിയിട്ടില്ല. രാഷ്ട്രീയത്തിലെ റോൾ മോഡൽ ആരാണ്? സുഷമ സ്വരാജ്. വീണ്ടും പാട്ട് കേൾക്കാൻ അങ്ങനെ കേൾക്കാറില്ല എന്ന് പറഞ്ഞെങ്കിൽ ആവർത്തിച്ച് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ട്? ഇളയരാജ സോങ്സ് ആണ് എല്ലാം. ഇനിയിപ്പോ അടുത്തൊരു വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, നമുക്കറിയാം കോഴിക്കോട് ജില്ലയിൽ LDF CPM നിന്ന് വനിതാ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല. അത് വലിയൊരു ചർച്ചാ വിഷയമാണ്. ഇപ്പൊ ഒരു യുവ നേതാവ്, കരുത്തുള്ള ഒരു വനിത എന്നുള്ള രീതിയിൽ വോട്ട് ചോദിക്കാൻ ഇറങ്ങുമ്പോൾ എതിർ മുന്നണികൾ 2 പുരുഷന്മാരെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. അത് വോട്ടർമാരുടെ ചിന്താഗതി എങ്ങനെ സ്വാധീനിക്കും എന്നാണ് നമുക്ക് തോന്നുന്നത്? ജനങ്ങള് മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സ്ത്രീകളുടെ യഥാർത്ഥമായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടുകൊണ്ട് അതിനൊരു പരിഹാരം കാണണമെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി വന്നേ തീരും. നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ നരേന്ദ്രമോദിജി ഒരു ഫെമിനിസ്റ്റ് ആണോ എന്നുള്ള ചിന്താഗതി വന്നതും എന്തൊരു പ്രഖ്യാപനം വരുമ്പോഴും അതിൽ സ്ത്രീകൾക്ക് ഒരു പരിഗണന വരുന്നത് കൊണ്ടാണ്. പലപ്പോഴും നമ്മുടെ പ്രതിനിധികൾ മറന്നു പോകുന്നതും അങ്ങനെ ഒരു പരിഗണന വെക്കുന്ന ഒരു കാര്യത്തിലേക്കാണ്. അപ്പോൾ ആ തരത്തിൽ ഒരിക്കലും ഒരു വുമൺ എംപവർമെന്റ് എന്ന് പറയുമ്പോൾ വുമൺ ഈസ് ഓൺ ടോപ്പ് ഓഫ് മെൻ എന്നുള്ളതല്ല. പക്ഷെ പലയിടങ്ങളിലും ആ ഒരു ഇക്വാളിറ്റി നേരിടുന്നതിൽ ഒരു വീഴ്ച വന്നിട്ടുണ്ട്. തൊഴിലിടങ്ങളിലേക്ക് സ്ത്രീകൾ എത്തിപ്പെടുന്നതിനുള്ള ചില ന്യൂനതകളുണ്ട്. അത് പരിഹരിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുൻപോട്ട് പോകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ മറ്റു കാര്യം എന്ന് പറയുമ്പോൾ ഒരു വനിതാ പ്രതിനിധിയാണെങ്കിൽ ഒരു അഴിമതി രഹിതമായിട്ടുള്ള ഒരു ഭരണം കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം എല്ലാത്തിനെയും ഒരു ഭയത്തോടെ, അതല്ലെങ്കിൽ ഒരു ദൈവ വിചാരത്തോടു കൂടെ കാര്യങ്ങൾ നേരിട്ട് കൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിക്കും, റാദർ ദാൻ നമുക്ക് എന്തിങ്ങോട്ട് കിട്ടും എന്നുള്ളതിനേക്കാൾ ഉപരി. അപ്പൊ ആ തരത്തിൽ ഇന്ന് ജനങ്ങളും ചിന്തിക്കുന്നുണ്ട്, ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കോഴിക്കോട് നോർത്തിലായാലും കോഴിക്കോട് സൗത്ത് ഒരു സ്ഥലത്തും മറ്റ് 2 പാർട്ടികളും ഈ തവണ വനിതാ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല. ഈ കോഴിക്കോട് നോർത്തിനൊരു വനിതാ MLA ഉണ്ടായിട്ട് 60 വർഷം പിന്നിടുന്ന ഒരു അവസരം കൂടിയാണ്. അതുകൊണ്ട് ഒരു മാറ്റത്തിന് വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റം ഇത്തവണ സാധ്യമാകും എന്നുള്ള ഒരു പ്രതീക്ഷ
ഞങ്ങൾക്കുണ്ട്. നേരത്തെ നമ്മൾ വയനാട് ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞു, ദേശീയ ശ്രദ്ധ ആകർഷിച്ച പോരാട്ടം. പക്ഷെ ഇപ്പോൾ നോർത്തിലേക്ക് വരുമ്പോഴത്തേക്ക് പ്രാദേശിക വികസന കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചർച്ചയാകുന്നത്. പക്ഷെ ആ ഒരു പോരാട്ടത്തിന് ലഭിച്ചൊരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, ഇവിടുത്തെ പ്രാദേശിക വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതെങ്ങനെ മുതൽക്കൂട്ടാവുന്നുണ്ട്? വയനാട് ഇലക്ഷൻ ലോക്സഭാ ഇലക്ഷൻ ആണ്. അതിന്റെ ഇലക്ഷൻ ക്യാമ്പയിൻ ആണെങ്കിലും ഒരു വേറെ തന്നെയാണ്. ആ ഇലക്ഷൻ ക്യാമ്പയിന് വേണ്ടി വയനാട്ടിലേക്ക് പോയപ്പോഴാണ് അതിന്റെ ഔട്ട്സ്കേർട്സിലേക്കൊക്കെ നമ്മൾ പോകുന്നത്. ഇറങ്ങിച്ചെന്നുകൊണ്ട് അതിന്റെ യഥാർത്ഥമായിട്ടുള്ള വയനാട് എന്താണ് എന്ന് കണ്ടറിയുന്നത് ആ സമയത്താണ്. നമ്മൾ 100% സാക്ഷരത എന്ന് അവകാശപ്പെടുമ്പോഴും വയനാടിന്റെ ഉൾഗ്രാമത്തിലേക്കൊന്നും പോകണ്ട, നമ്മുടെ കൽപ്പറ്റയിൽ നിന്ന് ടൗണിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകുമ്പോൾ പല കോളനികളുണ്ട്. അവിടെ വിദ്യാഭ്യാസം മേഖലയിലേക്ക് കടന്നു ചെല്ലാത്ത നിരവധിയായിട്ടുള്ള കുട്ടികളുണ്ട് അവിടെ. അപ്പൊ ആ തരത്തിൽ നോക്കുമ്പോൾ ആ ഭാഗത്തേക്കൊക്കെയുള്ള വികസന കാര്യങ്ങളില് എന്താണ് നമ്മുടെ ആളുകൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് എന്ന് രാഷ്ട്രീയക്കാരെ മാത്രമല്ല നമ്മുടെ സമൂഹത്തിന്റെ കൂട്ടുത്തരവാദിത്തമാണ് അവരിലേക്കും വിദ്യാഭ്യാസം എത്തിക്കുക എന്നുള്ളത്. അതൊന്നും നമുക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത മേഖലകളായിട്ട് ഇന്ന് മാറി നിൽക്കുകയാണ്. ഒരു അനുഭവം എന്ന് പറയുന്നത്, ഒരു ദിവസം ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഒരു കോളനിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കുറച്ച് കുട്ടികൾ കൂടി ഇരുന്ന് കളിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ കണ്ട ഉടനെ അവര് ഫുള്ള് സ്കാറ്റേർഡ് ആയി, ഓടിപ്പോയി. അപ്പം എന്താണ് പോയത് നോക്കിയപ്പോ ഒരു അമ്മ വന്ന് പറഞ്ഞത് സ്കൂളിലെ ടീച്ചർ വന്നു എന്ന് കരുതിയിട്ടാണ് അവർ ഓടിപ്പോയത്, പിടിച്ചുകൊണ്ട് പോവാനായിരിക്കും. അതെ. എന്നിട്ട് ആ അമ്മ ചിരിക്കുകയാണ്. അപ്പോ ടീച്ചർമാര് വരുമ്പോ അത് കുട്ടികളുടെ ഒരു എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുണ്ട്, ആ എഡ്യൂക്കേഷന്റെ വാല്യൂ എന്താണെന്ന് ബാക്കിയുള്ള ആളുകൾ, മുതിർന്നവര് പകർന്നു കൊടുക്കാത്തത് കൊണ്ടാണ് ഇന്നും അങ്ങനെയൊരു കുറച്ചൊരു വിഭാഗം ഈ വിദ്യാഭ്യാസം ലഭിക്കാതെ, ജോലി ലഭിക്കാതെ പലപ്പോഴും വഴിതെറ്റി പോകുന്ന ഒരു സമൂഹം എന്ന് തന്നെ നമുക്ക് പറയാം. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ ഉപയോഗം വളരെ കൂടുതലായിട്ട് ആ മേഖലകളിലുണ്ട്. അവിടെ മാത്രമല്ല, നമ്മുടെ കേരളം ഉടനീളം നോക്കുമ്പോൾ മദ്യഷോപ്പുകളുടെ എണ്ണം കഴിഞ്ഞ 5 വർഷക്കാലം, കഴിഞ്ഞ 10 വർഷക്കാലം എത്രത്തോളം വർദ്ധിച്ചു എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട ഒന്ന് തന്നെയാണ്. മദ്യവർജനം എന്ന് പറഞ്ഞുകൊണ്ട്, മദ്യ നിരോധനം എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറിയിട്ടുള്ള LDF സർക്കാർ മദ്യനയത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും മദ്യത്തിന് പേരിടുന്ന ചടങ്ങ് നടത്തിക്കൊണ്ടും ഈ മദ്യം പോപ്പുലറൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ അത് സ്ത്രീകളെ ബാധിക്കുന്നതാണ്, കുടുംബത്തെ ബാധിക്കുന്നതാണ്, കുട്ടികളെ ബാധിക്കുന്ന വിഷയമാണ്. ഇത് തീർത്തും ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. നമ്മൾ ഈ ഉൾപ്രദേശങ്ങളിലേക്ക് ഒക്കെ ഇറങ്ങി ചെല്ലുമ്പോഴാണ് കൂടുതലായിട്ടും, അത് പുറത്തുകൊണ്ട് ഈ LDF വെക്കുന്ന ഫ്ലെക്സുകൾ പറയുന്നതോ അല്ലെങ്കിൽ UDF വാഗ്ദാനം ചെയ്യുന്നതിലോ ഒന്നുമല്ല യാഥാർത്ഥ്യം മനസ്സിലാവുന്നതല്ലേ. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഇത് ഉള്ളിൽ തൊടും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അറിയാം, നമ്മൾ കുറച്ച് എമ്പതൈസ് ചെയ്യുന്ന നിലയിലാണ്. പക്ഷെ ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കൊണ്ടായിരിക്കും BJP ആണല്ലോ ഇത്തവണ ഏറ്റവും കൂടുതൽ, BJP നയിക്കുന്ന NDA ആണ് ഏറ്റവും കൂടുതൽ വനിതാ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലായിട്ടായിരിക്കില്ലേ അത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് വാക്കിൽ ഒതുങ്ങി നിൽക്കേണ്ടതല്ല. കോഴിക്കോട് നോർത്ത് BJPയെ സംബന്ധിച്ചിടത്തോളം A ക്ലാസ് മണ്ഡലമാണ്. ഈ A ക്ലാസ് മണ്ഡലത്തിലെ ഒരു വനിതയെ മത്സരിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് BJP കാണിക്കുന്ന ഒരു കറേജ് തന്നെയാണ്. പലപ്പോഴും എത്തിപ്പിടിക്കാൻ പറ്റുന്ന മേഖലകള് ഒന്നും തന്നെ സ്ത്രീകൾക്ക് നൽകാതെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ മുൻപോട്ട് പോകുമ്പോൾ A ക്ലാസ് മണ്ഡലം, ആ മണ്ഡലത്തിൽ ഒരു വനിതയെ മത്സരിപ്പിക്കുക എന്ന് പറയുമ്പോഴും അത് സ്ത്രീകളെ എത്രത്തോളം പ്രൊമോട്ട് ചെയ്യാൻ പാർട്ടി മുന്നിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു ഉദാഹരണമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുപോലെ എന്നിലേക്ക് വന്നിട്ടുള്ള സ്ഥാനാർത്ഥിത്വങ്ങളെല്ലാം അങ്ങനെ തന്നെയായിരുന്നു. വയനാടും ജനറൽ സീറ്റാണ്. കോർപ്പറേഷൻ ഇലക്ഷനിൽ 2020 ഞാൻ മത്സരിച്ചതും ജനറൽ വാർഡായിരുന്നു. അപ്പൊ ആ തരങ്ങളിൽ കഴിവുള്ള ആളുകളാണെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്യാൻ എന്റെ പ്രസ്ഥാനം എന്നും ഉണ്ട് എന്ന് പറയുമ്പോൾ അഭിമാനമുണ്ട്. എന്തായാലും ഇതിങ്ങനെ വളരെ തിരക്ക് പിടിച്ച് ഇങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തവണ വളരെ കുറച്ച് ദിവസങ്ങളെ കിട്ടിയുള്ളൂ. കോഴിക്കോടിനെ കുറിച്ച് ഒന്ന് പറയുകയാണെങ്കിൽ ഭക്ഷണത്തിന് ഉഷാറാണല്ലോ. അപ്പൊ ഈ ഒരു യാത്രക്കിടയിൽ എവിടുന്നെങ്കിലും കഴിച്ച് ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം അല്ലെങ്കിൽ ഈ ഡയറ്റിന്റെ ഭാഗമായിട്ട് ഭക്ഷണമൊക്കെ വേണ്ടെന്ന് വെക്കുന്ന ഒരു രീതിയുണ്ടോ, ഒരു ശീലമുണ്ടോ? അതെങ്ങനെയാ? ഇല്ല, ഭക്ഷണം എനിക്ക് തോന്നുന്നത് സാധാരണ ഞാൻ കഴിക്കുന്നതിനേക്കാൾ കഴിക്കുന്നുണ്ടെന്നാണ്. ഹോട്ടൽ ഫുഡ് അല്ല. സമ്പർക്കം നടക്കുന്ന വേളയിൽ ഓരോ വീടുകളിൽ, പ്രവർത്തകരുടെ വീടുകളിലാണ് ഭക്ഷണം. തീർച്ചയായിട്ടും ഒരു പ്രവർത്തകരുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ അവരുടെ മാക്സിമം അവരവിടെ ആ ഡൈനിങ് ടേബിളിൽ നിരത്താറുണ്ട്. അതുകൊണ്ട് തന്നെ അത് സ്നേഹത്തോടെ വിളമ്പി തരുന്നുണ്ട്. ആ സ്നേഹത്തോടെ വിളമ്പി തരുന്നത് കൊണ്ട് തന്നെ നമ്മൾ കഴിച്ചും പോകുന്നുണ്ട്. ചായ നിർത്തി, ജ്യൂസ് നിർത്തി, കാരണം ഷുഗർ ഇൻടേക്കും ഒക്കെ കുറച്ച് കുറയ്ക്കാം എന്നുള്ള ഇതിലാണ്.
ഇത് എന്താ ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ഇളനീര് വാങ്ങി സ്റ്റോക്ക് ചെയ്ത്, ഡീഹൈഡ്രേഷൻ ഒരുപാട് ഉണ്ടാവുമല്ലോ ഇപ്പം, അത്രയ്ക്ക് വെയിലാണ്. അപ്പം ആ ഇളനീര് കുടിച്ചുകൊണ്ടുള്ള യാത്രയാണ്. ഭക്ഷണത്തിന് ഒരു കുറവുമില്ല, ഭക്ഷണം നന്നായി കഴിച്ചുകൊണ്ട് തന്നെ മുൻപോട്ട് പോകുന്നു. കഫെയിൻ അല്ല, ഇളനീരാണ് ഈ എനർജിയുടെ രഹസ്യം. അതെ അതെ അതെ. ഈ ഇടയ്ക്ക് വന്നൊരു വിവാദം എന്നതിനെ പറയാമോ എന്നറിയില്ല. സത്യവാങ്മൂലം കൊടുത്തതിൽ ഒരു ആസ്തി നിർണയം വരുമല്ലോ, അതില് മറ്റു 2 സ്ഥാനാർത്ഥികളെക്കാൾ നവ്യയുടെ ആസ്തിയെ കുറിച്ച് എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതൽ ചർച്ചകളോ അല്ലെങ്കിൽ ട്രോളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് എവിടേക്കോ ഒന്ന് പരിധയിപ്പോൾ കണ്ടു, ഗൂഗിള് പറഞ്ഞതെന്നാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതൊരു ക്ലറിക്കൽ എറർ ആയിരുന്നു. ഫോം ഫില്ല് ചെയ്തതിൽ വന്നിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. അത് ഞങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അഫിഡവിറ്റ് മാറ്റി സമർപ്പിച്ചിട്ടുണ്ട്. ട്രോളുകൾ എന്റെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇല്ല, സാധാരണ എല്ലാവരും ഉള്ള ആസ്തി മറച്ചു വെക്കുമ്പോൾ ഇല്ലാത്ത ആസ്തി ഉയർത്തി കാണിച്ചുകൊണ്ടാണ് എന്റെ അഫിഡവിറ്റ് പോയിട്ടുള്ളത് എന്നുള്ളത് ഒരു വീഴ്ച തന്നെയാണ്. പക്ഷേ ഈ സത്യം ഒന്ന് ലോകം ചുറ്റി വരുമ്പോൾ, ചെരുപ്പിട്ട് കഴിയുമ്പോഴേക്കും നുണ ലോകം ചുറ്റി വരും എന്ന് പറയുമല്ലോ. ഇനി ഇത് തിരുത്താനുള്ള ഒരു സമയമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അത് വോട്ടർമാരെ അഫക്ട് ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ അവരെങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും എന്നങ്ങനെ ഒരു തോന്നലുണ്ടോ? ഒരിക്കലും ഇല്ല. ഞാൻ തിരുത്തി എന്ന് പറയുമ്പോൾ അത് അഫിഡവിറ്റ് മാറ്റി കൊടുത്തു എന്നല്ലാതെ അതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് മുൻപോട്ട് പോകാനൊന്നും ഞാൻ തുനിഞ്ഞിട്ടില്ല. അതിനുള്ള സമയവും ഞങ്ങൾക്കില്ല. പക്ഷെ ജനങ്ങളൊന്നും അത് വിശ്വസിക്കാനുള്ള ഒരു സാധ്യതയില്ല. കാരണം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയും ഞാൻ കാണിച്ചിട്ടുള്ള അസറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സമ്പാദ്യമല്ല, എന്റെ ഭർത്താവ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സമ്പാദ്യത്തിൻ്റെതാണ് മുൻപ് ഉണ്ടായിരുന്നതിലെല്ലാം കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് വന്നിട്ടുള്ള ഒരു ക്ലറിക്കൽ എറർ, അത് കറക്റ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. ഇപ്പോൾ നവ്യയുമായിട്ട് സംസാരിച്ചപ്പോൾ ഒരു രാഷ്ട്രീയക്കാരിയല്ല, വളരെ പോസിറ്റീവായ ചിന്താഗതിയുള്ള മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് കാണാൻ സാധിച്ചത്. ഇത്രയും തിരക്കിനിടയിലും ഇത്രയും സമയം നീക്കി വെച്ചത് വളരെയധികം നന്ദി. വരുന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.